നമസ്കാരം. ജാതക കഥകളിലെ 22ാമത്തെ കഥ കുറുക്കൻ സ്വാമിയുടെ തപസ്. ബോധിസത്വൻ ഒരിക്കൽ ഒരെലിയായി ജനിച്ചു. നല്ലവണ്ണം കൊഴുത്തു തടിച്ച ബുദ്ധിമാനായ ഒരു എലി. കാട്ടിൽ വലിയ ഒരു എലിപ്പറ്റത്തിൻ്റെ നായകനായി കഴിയുകയാണ് അദ്ദേഹം. ഒരു കുറുക്കൻ ഇര തേടി ആ കാട്ടിലെത്തി. അവൻ ഈ എലിപ്പറ്റത്തെ കണ്ടു. അവയെ തിന്നാൻ വേണ്ടി അവൻ ഒരു വിദ്യ പ്രയോഗിച്ചു. കുറുക്കൻ എലിമാളങ്ങൾക്കടുത്തായി തുറന്ന സ്ഥലത്തു നിന്ന് തപസ് ആരംഭിച്ചു. ആകാശത്തിലേക്ക് നോക്കി വായും തുറന്ന് ഒറ്റക്കാലിൽ നിന്നാണ് തപസ്. ഇര തേടി ഇറങ്ങിയ എലികൾ ഈ കാഴ്ച കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയും ഒരു സന്യാസിയോ? അവർ കുറുക്കൻ്റെ അടുത്ത് ചെന്ന് അന്വേഷിച്ചു. അങ്ങ് ആരാണ്? ഞാനോ? വെറുമൊരു ഭക്തൻ. കുറുക്കൻ നിസ്സംഗനായി മറുപടി പറഞ്ഞു. എലികൾ വീണ്ടും ചോദിച്ചു, അങ്ങെന്തിനാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്? ഞാൻ 4 കാലും കൂടി തറയിൽ ചവിട്ടിയാൽ ആ ഭാരം താങ്ങാൻ ഭൂമിക്കാവില്ല. അത് കേട്ട് എലികൾ ഭയഭക്തി വിവശരായി. അവർ പിന്നെയും അന്വേഷിച്ചു, അങ്ങ് എന്തിനാണ് വായ് തുറന്നു വച്ചിരിക്കുന്നത്? ഞാൻ വായു മാത്രമേ ഭക്ഷിക്കൂ, അതിനാണ് വായ തുറന്നിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് എലികളുടെ ഭക്തി വർദ്ധിച്ചു. അവർ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ആകാശത്തേക്ക് എന്തിനാണ് നോക്കുന്നത്? ഞാൻ സൂര്യനെയാണ് ആരാധിക്കുന്നത്. അതുകൂടി കേട്ടതോടെ എലികൾക്ക് ഭക്തി പാരവശ്യം കൊണ്ട് മിണ്ടാനായില്ല. അതുകൊണ്ട് അവർ പിന്നെ ഒന്നും ചോദിച്ചതുമില്ല. അവരെല്ലാം കുറുക്കൻ സ്വാമിയുടെ ഭക്തന്മാരായി തീർന്നു. അവർ രാവിലെയും വൈകിട്ടും കുറുക്കൻ്റെ അടുത്ത് ചെല്ലും. പരിചര്യകളൊക്കെ ചെയ്യും. വൈകിട്ട് എല്ലാവരും ചേർന്ന് പൂജ നടത്തും. അത് കഴിഞ്ഞ് കുറുക്കൻ ചില സാരോപദേശങ്ങളും കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഏറെ വൈകിയേ എലികൾ മാളങ്ങളിലേക്ക് മടങ്ങും. ഇങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. എലികൾക്ക് കുറുക്കനിൽ പൂർണ്ണ വിശ്വാസമായി. ഒരു ദിവസം രാത്രി പൂജ കഴിഞ്ഞ് എലികൾ മടങ്ങിയപ്പോൾ ഏറ്റവും പിന്നിൽ പോയതിനെ പെട്ടെന്ന് ശബ്ദമുണ്ടാക്കാതെ കുറുക്കൻ വായിലാക്കി. മറ്റുള്ളവർ ഒന്നും അറിഞ്ഞില്ല. കുറുക്കൻ വീണ്ടും ഒറ്റക്കാലിൽ തപസ്സും തുടങ്ങി. പിറ്റേ ദിവസവും ഇതാവർത്തിച്ചു. പിന്നെ ഒരു പതിവായി. കുറേ നാളായപ്പോൾ എലികൾക്ക് തോന്നി തങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ എല്ലാം കാണാനില്ലെന്ന്. അവർ ആ സംശയം ബോധിസത്വൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു. ബോധിസത്വന് സംശയം തോന്നി. കുറുക്കൻ സ്വാമി പിടിച്ചു തിന്നുന്നതല്ലേ? പക്ഷേ മറ്റ് എലികൾ അത് വിശ്വസിച്ചില്ല. ബോധിസത്വൻ പറഞ്ഞു, സന്യാസിമാർ മാത്രമല്ല, പൂച്ച സന്യാസിമാരുമുണ്ട്. അവരെ തിരിച്ചറിയുകയാണ് പ്രധാനം. ആട്ടെ, നമുക്ക് സംശയം തീർക്കാം. അന്ന് രാത്രി കുറുക്കൻ സ്വാമിയുടെ അടുത്ത് ബോധിസത്വനും പോയി. എല്ലാം കഴിഞ്ഞ് എലികൾ തിരിച്ചു പോയപ്പോൾ ഏറ്റവും പിന്നിൽ നടന്നത് ബോധിസത്വനായിരുന്നു. ഇത്തിരി മുന്നോട്ട് പോയപ്പോൾ പിന്നിൽ ഒരു ചലനം. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കുറുക്കൻ വായും പിളർന്നുകൊണ്ട് തൻ്റെ നേരെ കുതിക്കുന്നു. കള്ളക്കുറുക്ക, ഇതാണ് നിന്റെ പണിയല്ലേ? നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോധിസത്വൻ കുറുക്കൻ്റെ കഴുത്തിൽ ചാടിക്കടിച്ചു. ശബ്ദം കേട്ട് തിരിച്ചു വന്ന മറ്റെലികളും കൂടി കുറുക്കൻ്റെ മേൽ ചാടി വീണു. നിമിഷങ്ങൾക്കുള്ളിൽ കുറുക്കൻ സ്വാമി പരലോകം പോയി. നന്ദി.